ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ കുറേ ദിവസമല്ല കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഇന്നൊരു ബോട്ടിലായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ബോട്ടിലായിട്ട് ചെയ്യാൻ എൻ്റെ കൂടെ ദേവമോനും ഉണ്ട്. അവൻ്റെ കണ്ണ് വെട്ടിച്ച് എങ്ങനെയെങ്കിലും നമ്മൾ ചെയ്യാമെന്നാണ് കരുതിയത്, പക്ഷെ പറ്റത്തില്ല. നമ്മൾ എന്തെങ്കിലും എടുക്കുന്ന കാണുമ്പോഴേ ആൾ നമ്മുടെ കൂടെ തന്നെ കട്ടയ്ക്ക് നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ ഉറക്കിയതിന് ശേഷം ചെയ്യാമെന്ന് കരുതുമ്പം എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ വേണ്ടി ഉറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും ഉറങ്ങത്തില്ല. അല്ലാത്തപ്പോൾ ഉറങ്ങിയിട്ട് ആൾ എണ്ണിക്കത്തതുമില്ല. ചുമ്മാ നമ്മളിരിക്കുന്ന സമയങ്ങളിൽ എണ്ണിക്കത്തുമില്ല. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണെങ്കിൽ ഉറക്കമെല്ലാം മാറ്റി വെച്ച് കണ്ണും തുറന്ന് വെച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അതേപോലെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഈ ബോട്ടിലായിട്ടില്ല. ഫസ്റ്റിൽ നമ്മൾ ബേസ് പെയിൻ്റായിട്ട് കൊടുക്കുന്നത് ആക്രിലിക് പെയിൻറ്റിൻ്റെ യെല്ലോ കളറാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇന്നത്തെ ബോട്ടിലായിട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ തൊടുന്ന പൊട്ടില്ലേ, മുഖത്ത് തൊടുന്ന പൊട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ മെയിനായിട്ടുള്ള ടൂൾ ഇന്നത്തെ പൊട്ടാണ്. അപ്പോൾ നമ്മൾ ബേസ് പെയിൻറ്റ് യെല്ലോ കൊടുത്തതിന് ശേഷം അപ്പം ഒരു വിധത്തിലൊക്കെ കൊടുത്തു. ആദ്യമൊക്കെ ആൾ സൈലൻ്റായിട്ടിരുന്നെങ്കിലും പിന്നീട് ആൾ പതിയെ വയലൻ്റായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് നമ്മളിനി ഉറക്കിയിട്ട് ചെയ്യുന്നതാണ് ബുദ്ധിയെന്ന് കരുതി. അപ്പോൾ പിന്നെ കുറച്ച് നേരം ആളെ ഉറക്കാനുള്ള സമയത്തിനോട്ട് പോയി. അപ്പോൾ ഉറക്കിയൊക്കെ നമ്മൾ സെറ്റായിട്ട് അവിടെ കടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ബേസ് പെയിൻറ്റ് കൊടുത്തുകൊണ്ടിരുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ യെല്ലോ കളറ് ഇതേപോലെ കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ ഒരു ബോട്ടിലായിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നേരത്തെ ആ പെയിൻറ്റിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറേ ഡ്രസ്സൊക്കെ ഇങ്ങനെ ചീത്തയായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ ഒരു ചെറിയ തുണിയൊക്കെ ഇട്ട് അതിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ടാണ് ചെയ്തത്. അല്ലെങ്കിൽ ഈ ആക്രിലിക് പെയിൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഡ്രസ്സിൽ നിന്നും പോകത്തുമില്ല, ആ ഡ്രസ്സ് പെട്ടെന്ന് അങ്ങ് പന്നലായിപ്പോവും. അതുകൊണ്ട് ഈ പ്രാവശ്യം മുൻകരുതലെടുത്തു. അപ്പോൾ ആക്രിലിക് പെയിൻറ്റ് യെല്ലോ അടിച്ചതിന് ശേഷം പിന്നെ വേണ്ട നമ്മൾ അതിനകത്തിൽ ഇതേപോലെ ഒരു സീക്വൻസും കൂടി ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡ്രസ്സിലൊക്കെ വെക്കുന്ന ലേസാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ചുരിദാറിന് വെക്കാൻ വേണ്ടി വാങ്ങിച്ചതിൻ്റെ ബാലൻസാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിനി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ പൊട്ട് വെച്ചിട്ടുള്ള ബാക്കിയുള്ള പരിപാടി. അപ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതേപോലെ വേണ്ടത് എത്രയാണോ നീളം അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് 3 ഭാഗത്തായിട്ടാണ് ഇതേപോലെ റൗണ്ടിന് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ടിലിനകത്തിൽ ഗ്ലൂ ഗണ്ണ് സ്റ്റിക്കാവത്തില്ല. നമ്മൾ ആ 2 എൻഡും കൂടി ജോയിൻ്റ് ആവുന്ന ഭാഗത്ത് ഗ്ലൂ കുറച്ച് തേച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം ഒന്നും കൂടി യെല്ലോ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. കാരണം ദേവൻ ഉറങ്ങുന്നതിന് മുന്നേ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ടായതുകൊണ്ടും അത് പെട്ടെന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നീട് നമ്മൾ പിറ്റേ ദിവസമാണ്. അപ്പോൾ എല്ലാം ഉണങ്ങി സെറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഇതേപോലെ ഒരു പർട്ടിക്കുലർ ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ആ ബേസിൽ റൗണ്ടായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ആ 2 പൊട്ടിൻ്റെ നടുക്ക് വരുന്ന ഗ്യാപ്പിൽ മുകൾ ഭാഗത്തും ഇതേപോലെ പൊട്ടൊട്ടിച്ച് കൊടുത്തു. വീഡിയോയിൽ കാണുന്നത് പോലെ അതേപോലെ ഓരോ നിരയുടെയും 2 പൊട്ടിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ ഒട്ടിച്ച് കൊടുത്തപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ സിമ്പിളായിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കുഞ്ഞ് സിമ്പിൾ ബോട്ടിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പ്രത്യേകിച്ച് ഡ്രോയിങ്ങോ പെയിൻറ്റിങ്ങോ ഒന്നും അറിയണ്ട, നമുക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ബൈ.